എവിടെയാണ് തീവ്രവാദം പഠിപ്പിച്ചത്, ഞങ്ങളെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഊറ്റം കൊള്ളുകയായിരുന്നു. പക്ഷേ ഇതൊരു മദനിക്ക് നേരെ മാത്രമുള്ള വിഷയമാണ് എന്നാണ് ഇവരൊക്കെ കരുതിയത്. ഓരോന്നോരോന്നായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ RSS ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സ്ഫോടനങ്ങളുടെ പേരിൽ അതിന്റെ ഉത്തരവാദിത്വം യാതൊരുവിധ അന്വേഷണവും നടത്താതെ നമ്മുടെ അന്വേഷണ ഏജൻസികളും ഭരണകൂടവും വൃത്തികെട്ട മാധ്യമങ്ങളും ഒരന്വേഷണവും നടത്താതെ പറയും മുസ്ലിം ഭീകരർ നിരവധി ചെറുപ്പക്കാരെ കൊണ്ടുപോയിട്ട് വർഷങ്ങളോളം ജയിലിലടയ്ക്കും. അവസാനം അസീമാനന്ദ സ്വാമിമാര് സ്വയം വെളിപ്പെടുത്തൽ നടത്തുന്നു. RSS ആണ്, ഹിന്ദുത്വ ഭീകരന്മാരാണ് ഈ സ്ഫോടനങ്ങൾ നടത്തിയത്. ഇതിന്റെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ട മുസ്ലിങ്ങൾ നിരപരാധികളാണെന്ന് പറയുമ്പോ മക്കാ മസ്ജിദിലും മലേഗാവ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോ ഇവിടെ മുസ്ലിം ഭീകരതക്കെതിരെ ഫത്വ ചുട്ടെടുത്ത പണ്ഡിത ശിരോമണികൾ എവിടെയുണ്ട്? ഈ സമയത്തെങ്കിലും ഈ പാവപ്പെട്ട സമുദായത്തിന്റെ തല കൊത്തിപ്പറിച്ചവർ മാപ്പ് പറയണമെന്ന് പറയാനുള്ള ആർജവം ഇവർക്കുണ്ടായോ? ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം കുറെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പലരും ഭയപ്പെടുന്ന നരേന്ദ്രമോദി കൊണ്ടുപോയിട്ട് കൊടുത്ത 2 കോടി വലിച്ചെറിഞ്ഞു കൊടുത്തു. കവിത കർക്കറെ എന്ന് പറയുന്ന ഹേമന്ത് കർക്കറയുടെ ഭാര്യ, ആ ധീരയായ വനിത, ആ സ്ത്രീ. മറ്റൊരാൾ ഗുജറാത്തിൽ സംഘപരിവാരങ്ങൾ ചുട്ടുകൊന്ന കോൺഗ്രസിന്റെ മുൻ MP ഇഹ്സാൻ ജിഫ്രിയുടെ ഭാര്യ സക്കിയ ജിഫ്രി വർഷങ്ങളായിട്ട് നരേന്ദ്രമോദിക്കെതിരെ, നരാധമനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സ്ത്രീകൾക്കുള്ള ആർജവമെങ്കിലും ഈ പണ്ഡിത വേഷധാരികൾക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ഈ സമുദായം രക്ഷപ്പെടും. ഈ സമുദായം രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ബഹുമാന്യനായ വർക്കിംഗ് ചെയർമാൻ പൂന്തുറ സിറാജാണ് വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഭുവനായ പൂന്തുറ സിറാജ് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഒച്ചുണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് അബ്ദുൽ നാസർ മഅദനിയുടെ മാത്രം പ്രശ്നമാണ്. ഇത് അബ്ദുൽ നാസർ മഅദനി തീവ്രവാദിയാണ്, അദ്ദേഹത്തെ കൊണ്ട് തീരും. അതുകൊണ്ട് ഞങ്ങളുടെ മേത്തേക്ക് ഇത് വരാതിരിക്കാൻ, ഞങ്ങളാരും തീവ്രവാദികളെന്ന് പറയാതിരിക്കാൻ സംഘപരിവാർ ഫാഷിസ്റ്റുകളെ RSSകാരുടെ ഒക്കെ മടിയിൽ കയറിയിരുന്നിട്ട് ഫത്വ ഇറക്കിയ ആളുകൾ, ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത ആളുകൾ, അവസാനം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇല്ലാ കഥ പ്രചരിപ്പിച്ച് ആദ്യമായിട്ട് ലവ് ജിഹാദിന്റെ പേരിൽ വേട്ടയാടിയത് സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSFന്റെ ജില്ലാ ഭാരവാഹിയെ ആയിരുന്നു. ഇവരൊന്നും മിണ്ടിയില്ല. കാര്യം സമുദായം, ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോ സമുദായം ഒരു പീഡനവും അറിയുന്ന കാര്യമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. തല പോയാലും പറയും തലല്ലേ പോയിട്ടുള്ളൂ, ഉടലല്ലേ ആ കിടക്കണേ, തലല്ലേ പോയിട്ടുള്ളൂ. പണ്ടൊരാളുടെ വെടിയേറ്റ് മരിച്ചു, ഒരാൾ കണ്ണിന്റെ നേരെ താഴെ വെടി കൊണ്ടൊരു സാധു മരിച്ചു, വേറൊരാൾ മയ്യത്ത് കാണാൻ വന്നു. എന്നിട്ട് ആ മൂടി ഇങ്ങനെ എടുത്തു നോക്കിട്ടോ രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു, തലനാരെഴുത്ത് രക്ഷപ്പെട്ടു. ലേശം മേലക്കായിരുന്നെങ്കിൽ കണ്ണുപോയിരുന്നില്ലേ, ആള് മരിച്ചു കിടക്കാണ്. എന്നുപോലെ ഞങ്ങൾ ഭരണത്തിലുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, സമാധാനമായിരിക്കുമെന്നാ പറയുന്നത്. അത് തല പോയാലും പറയും. ഇങ്ങനെ മദനിയെ കൊത്തിപ്പറിക്കുകയായിരുന്നു ചാനൽ ചർച്ചകളിൽ. അവസാനം ലവ് ജിഹാദിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞു. പല തമ്പുരാന്മാരും ഈ സമുദായത്തെ കൊത്തിപ്പറിക്കാൻ കിട്ടിയ അവസരം സുന്ദരമായിട്ട് വിനിയോഗിച്ചു. അവസാനം അത് സംഘപരിവാർ ആസൂത്രണം ചെയ്ത നാടകമായിരുന്നു, കൊടിയ ആസൂത്രിതമായ പദ്ധതിയായിരുന്നു എന്ന് വന്നപ്പോ ഒരാളും മറുത്തു പറഞ്ഞില്ലല്ലോ, ഒരാളും അതിന് നഷ്ടപരിഹാരം ചോദിച്ചില്ലല്ലോ, ഒരു മനോരമയ്ക്കെതിരെയും കേസെടുത്തില്ലല്ലോ. അപ്പോഴും ചാനൽ ചർച്ചകളിൽ ആഘോഷമായിരുന്നു. അവസാനം
258 മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ ഈ സമാധാനത്തിന്റെ മാലാകമാരുടെ അബ്ദുൽ സമദ് സമദാനി MP-യുടെ PV അബ്ദുൽ വഹാബ് MP-യുടെ ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കളുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ ഒക്കെ ഇമെയിൽ ചോർത്തിയെടുത്തു. അവരൊക്കെ എന്താ ഇത് അന്വേഷിക്കാൻ കാരണം? ഇവർക്കൊക്കെ സിമി ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമെയിൽ പ്രൊവൈഡർമാരായ യാഹുവിനും ജിമെയിലിനും ഒക്കെ കത്തുകൾ അയച്ചു നമ്മുടെ പോലീസ് തലവന്മാർ.